ഹലോ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡിസ വ്ലോഗ്സ്. ഗൈസ്, നമ്മളിന്ന് വീണ്ടും പുതിയ ഒരു വ്ളോഗായിട്ട് വന്നേക്കാണ്. അതായത് കുറെ നാൾക്ക് ശേഷം ലാസ്റ്റ് നമ്മള് വീഡിയോ ഇട്ട് നമ്മള് വീടിന്റെ അപ്ഡേറ്റ് ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് പുറമെ നമ്മുടെ വീടില് കുറെ മാറ്റങ്ങൾ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. അതെ, ഞാനും കുറെ നാളായി വീടിന്റെ ഭാഗത്തേക്ക് പോയിട്ട്. അതെ, നമ്മള് പോയിട്ട് കുറച്ച് നാളായി. അപ്പൊ നമ്മള് വീടിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ വീടിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങള് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ലോണിന്റെ കേസൊക്കെ ചോദിക്കണ്ടായിരുന്നു. ലോൺ എടുത്തിട്ടായിരിക്കും വീട് പണിത്, അതേപോലെ തന്നെ എന്താ വീട് വിൽക്കേണ്ടി വരുമെന്നൊക്കെ. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, വീടിന്റെ അങ്ങോട്ട് പോവാം. വീടിന്റെ പണികള് ഭയങ്കര മഴയാ. ഓരോ ദിവസം നമ്മൾ ഓരോ പണി ചെയ്യണ സമയത്ത് ഭയങ്കര മഴയാണ്. അത് കാരണം കുറെ പണികൾ നീക്കി വെക്കേണ്ട വന്നു. നമ്മൾ വിചാരിച്ചേക്കാളും പണി ലേറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അത് പറയുമ്പോ ഒരു മുഖത്തിന് അത് വളരെ വലിയൊരു സത്യമാണ്. പക്ഷെ അത് വളരെ ഇതാണ്. പക്ഷെ പ്രശ്നമില്ല, നമുക്കിപ്പോ ആ ഒരു കാര്യത്തിലാണ് കഴിയുമ്പോ മതി. മനുഷ്യ ഡെയിലി ഇവിടെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് വീട് പണി കഴിയുമ്പോഴേക്കും. അയ്യോ, അതേപോലെയാണ് എനിക്ക് ടെൻഷൻ വന്നോണ്ടിരിക്കണത്. ടെൻഷനാണോ? ഇന്ന് രാവിലെ തൊട്ട് ഇപ്പൊ മഴ പെയ്യുന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ചെറിയൊരു വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ കിടക്കണേലും മുന്നേ തന്നെ കൊന്ത ചൊല്ലിട്ടിരിക്കായിരുന്നു. ദൈവമേ, മഴ പെയ്യല കർത്താവേ. സത്യമായിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു. ദൈവമേ, ഞാൻ ഇന്നലെ എത്ര കൊന്ത ചൊല്ലിന്നറിയോ? ദൈവമേ, എന്നൊന്ന് മഴയിലാണ്ടിരിക്കണേ. ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഈ സീറ്റിന്റെ പണി ഉണ്ടല്ലോ, എന്താ സംഭവം എന്നറിയോ? മഴയില്ല എന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. മഴ പിന്നെ കറണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മഴയായിരിക്കും. അത് കാരണം കുറേ ദിവസമായി നമ്മുടെ ഈ പണി സ്റ്റാർട്ട് ചെയ്തിട്ട്, ഈ സംഭവങ്ങൾ ചെയ്തിട്ട് ഗ്യാപ്പ് കിട്ടി പോകാൻ കയറി മേളിൽ നിന്ന് പരിപാടികൾ സെറ്റ് ചെയ്യണതാ. ഇത്ര ആയിട്ടുണ്ടാവും. ഇതാണ് ഇപ്പൊ ഏകദേശം ഫ്രണ്ടിൽ നിന്നുള്ളൊരു എലിവേഷൻ ലുക്ക്. ഓക്കെ, ബാക്കിയത്തെ നമുക്ക് വീടിന്റെ ഉള്ളിൽ എത്തിരി കാണിക്കാം ഗൈസ്. ഓക്കെ, കമോൺ ഗൈസ്. ഇവിടെയൊക്കെ എല്ലാ പണികളും ഇപ്പൊ നടക്കണ്ടല്ലേ. പെയിന്റിന്റെ പണികള്, നമ്മളത് ഇന്റീരിയറിന്റെ പണി, അവിടെ ഇലക്ട്രീഷ്യന്റെ ആൾക്കാർ, എല്ലാ പണികളും നടക്കേണ്ടത്. ഇത്രയൊക്കെ ആയിട്ടുണ്ട്. പെയിന്റിംഗ് ഒക്കെ നമ്മുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് പറയാം. എന്താ ഇവിടുത്തെ നമ്മളുടെ ഹാളിൽ മറ്റേ ഇതെന്തിട്ട് ഡൈനിങ് ഏരിയ, അതുപോലെ ഇത് ലൈറ്റ് അതിട്ടു. പിന്നെ ബാക്ക് സൈഡിലേക്ക് ഭയങ്കര സൗണ്ടായിരുന്നു. ഇതൊക്കെ എവിടേക്കുള്ള നിറവാന്ന് പറയും. കാര്യമായിട്ട് ചോദിക്കണേ, കാര്യം പറ. ഇത് നീ പറയും, ഇത് എവിടേക്കുള്ള മിററാ? എനിക്കറിയാനല്ല, എല്ലാവരോടും കാണിക്കാനാ. മനസ്സിലായി സംഭവം എനിക്ക് മനസ്സിലായി. എനിക്കറിയായിരുന്നു. ഞാൻ ഇവളോട് ചോദിച്ചതാണ് എവിടെയാ, നിനക്കൂടെ അറിയാൻ വേണ്ടി ചോദിച്ചതാ. എക്സോസ്റ്റ് ഫാനൊക്കെ വെച്ചിട്ടോ ഗൈസ്. മനുഷ്യർ ഒരു കൊല്ലായിട്ട് ഇതിന്റെ ഡിസൈനും എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ട് പറയണതാണ്. സത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ടാവില്ല എവിടെ ഓരോ പറയണത്. ഇത് മൊത്തം ഐഡിയ അല്ല. ഇപ്പൊ മനസ്സിലായി ഇത് എന്തിന്റെ എനിക്ക് മനസ്സിലായി. കാര്യമായിട്ട് പറഞ്ഞ വീടിന്റെ പണി അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോണ്ടല്ലോ സന്തോഷമുണ്ട്. പൈസ ഇല്ല, അതുള്ളൂ. അതെ, പൈസ പോയാലും സന്തോഷം കിട്ടുന്ന കാര്യമാണ് നമ്മളുടെ വീട് പണിയെടുക്കുക. അതായത് പൈസ നമ്മൾ പ്രതീക്ഷിക്കാത്ത പൈസ പോവാം, പക്ഷെ എന്നാലും നമുക്ക് ഹാപ്പിനെസ് കിട്ടും. ഇത് അല്ലേ, ഇത് മിററായിരുന്നാ? ഓക്കെ, പുറത്തുനിന്നുള്ള ഒരു ഇത് ഞാൻ കാണിച്ചു തരട്ടെ ഗൈസ്. ഇതാണ് പുറത്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. പണികളൊക്കെ നടക്കുന്നുണ്ട്. ഇല്ല, പ്രഷർ പമ്പിന്റെ പെട്ടി എവിടെ ഇരിക്കണം? ഞാൻ കണ്ടല്ലോ, ഇവിടെ എവിടെ ഇരിക്കണ്ടായിരുന്നു. ഇവിടെ മറ്റേതൊക്കെ വെച്ചുട്ടോ. എക്സോസ്റ്റ് ഫാൻ കണ്ട, ഇത് നമ്മൾ ലാസ്റ്റ് ദിവസം നമ്മൾ മേടിച്ചായിരുന്നു എക്സോസ്റ്റ് ഫാനാണ്. പിന്നെ ഇവിടെ ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്കും ഇല്ലല്ലോ, ഈ സാധനങ്ങളൊന്നും ഫിറ്റിങ്സുകളൊന്നും വെച്ചിട്ടുണ്ടായില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചു. ഇതൊക്കെ ഇപ്പം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ, പെയിന്റ് നാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അലമാരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം. പുറത്ത് പടി നടക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ പോണേ മുകളിലേക്കാണോ?
മുകളിലേക്ക് പോ. ഇതെന്തൊരു സാധനടി? ആ അതൊരു ഞാല്. ഞാൻ വിചാരിച്ചത് എന്തൊരു സാധനം, പരിചയമില്ലാത്ത സാധനം ഇവിടെ ഇരിക്കണു. ചൈന ഇതായിരിക്കും. അതേരിക്കണ ചെയിനൊക്കെ ഉണ്ട്. ഫുൾ സാധനം ഉണ്ട് മോളെ. നോക്കട്ടെ മാറിയ നോക്കട്ടെ, ബാക്ക് അതിന്റെ ആ സൈഡ് നോക്കട്ടെ. ഹെഡ് റെസ്റ്റ് പോലെയാ? ആ ഇത് ഓക്കേടി. കണക്ഷൻ കണ്ടത് എന്നിട്ട് കണക്ഷൻ ആ ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ടാ? ഇവിടെ പൈപ്പ് കണക്ഷൻ. പൈപ്പ് പൈപ്പ് വെക്കായിരിക്കും ഇവിടെ. എന്തായാലും മുകളിലേക്ക് വേണമെങ്കിൽ കയറി പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ. നമ്മുടെ വാട്ടർ ടാങ്ക്. ഇത് വാട്ടർ ടാങ്കാന്ന് എല്ലാവർക്കും അറിയാം. ബായോ ബായോ ബായോ. ഇത് ഇടാണ്ടല്ലേ ആ മുകളിലത്തെ സംഭവം? ഗ്ലാസിന്റെ കേസ് പറഞ്ഞിട്ടില്ലേ ഇത് ഇടാൻ? ബായോ നിക്കില്ല അല്ലേ? ഓക്കെ ഓക്കെ. വാ ഫ്രണ്ടിലേക്ക് പോവാം. ഇങ്ങോട്ട് വാ. ഇവിടേക്ക് പോയിട്ടില്ല, ഇവിടെ നിന്നുള്ളത് നോക്കിയിട്ടില്ലല്ലോ. ബാൽക്കണി വ്യൂ നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കാം, ചായ കുടിക്കാം. അവിടെ നമുക്കൊരു സാധനം ഉണ്ടാക്കാനുണ്ട്, അത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ നീ? പറഞ്ഞോ അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം അവിടെ ആണെങ്കിൽ അതടിക്കണം നല്ലത്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ബാക്കി വന്നേക്കണ പൈപ്പ് വന്നുകൊണ്ട് കേട്ടോ, ഇതൊക്കെ അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്താൽ മതി, ബാക്കിയത്തെ സാധനങ്ങൾ. ഇതാണോ കട്ടിൽ മറ്റേ ഡോറുണ്ടാക്കിയതിൻ്റെ ബാക്കി പീസുകളാണത്. ആ വാൾപേപ്പറിൻ്റെ കേസ് മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ. മേൽഭാഗം മോൾ ഭാഗം. ഞാൻ മെയിൻ ഭാഗം എന്നാ കേൾക്കണേ. ഇവിടെ നമ്മൾ കണ്ട അടിഭാഗത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു സെപ്പറേഷൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ആൾക്കായിട്ട് കിടക്കാണ്. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ലൈറ്റ്. കിട്ടില്ല ലൈറ്റ് കത്തി കഴിഞ്ഞാണ്ടല്ലോ ഒട്ടിപ്പൊടി കാണാം. എന്താണ് ഇതിരിക്കൊരു ഇവിടെ പെയിന്റിങ്ങിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പെയിന്റ് അടിക്കണ്ടെന്ന് ഇവിടെ. നീ എവിടെയാ? നോക്കിയായിരുന്നോ? അതെ, ഇവിടെ നമ്മൾ ഇന്റർലോക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഇന്റർലോക്ക് ഒന്നും നോക്കല്ലോ, അറിഞ്ഞും പറഞ്ഞ ഇന്റർലോക്ക് ലെവൽ ചെയ്യണം. ഇവിടെയൊക്കെ ഉണ്ടല്ലോ ആകെ അങ്ങോട്ട് പൊന്തി ഇറങ്ങിയിട്ടൊക്കെ കിടക്കണേ. ഇതൊക്കെ നമുക്കൊന്ന് ലെവൽ ചെയ്യാനുണ്ട്. പിന്നെ ഈ സൈഡ് ലെവൽ ചെയ്ത് ഇവിടെ ഇന്റർലോക്ക് ഇടണം നമുക്ക്. ആ ഒരു സൈഡും ഈ ഒരു സൈഡും അപ്പൊ ആ സൈഡ് മറ്റേ ലൈറ്റ് വെക്കല്ലേ നീ? അപ്പൊ അതുമ്മ വെക്കണില്ല? അല്ല അതുമ്മ അവിടെ ചെടി വെക്കണില്ല? ചെടികളൊന്നുമില്ല അവിടെ? ഇപ്പുറത്ത് ഈ ഭാഗത്തൊക്കെ കണ്ട ഇവിടെയൊക്കെ ലൈറ്റ് വെക്കാനുണ്ട്. എവിടെ എവിടെ ലൈറ്റ് വെക്കാനുണ്ട്? ആ കിടക്കണതല്ലേ? ഇവിടെയൊക്കെ നമ്മള് നിറച്ച് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് കാണാൻ ലൈറ്റുകള്. എന്നിട്ട് സ്കാഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഭാഗത്തും കൂടി ഇങ്ങനെ ഒരു സാധനം വെക്കണം. എന്നിട്ട് നീ പറഞ്ഞ പിന്നെ എന്നിട്ട് ബീച്ചിൽ കിടക്കണല്ലേ അവ കിടക്കണല്ലേ? എന്നിട്ട് സെറ്റപ്പ്. നമ്മളുണ്ടല്ലോ ലോൺ എടുത്ത കാര്യം അല്ല കമന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയില്. എന്നിട്ട് കമന്റ് ഞാൻ മറന്നു. അങ്ങനെ ഫുൾ ലോണായിരിക്കും വീട് ഇപ്പൊ തന്നെ വിൽക്കേണ്ടി വരും. ഉള്ളത് പറയാലോ, ലോണാണ് വീട്. ലോൺ എടുത്ത് വിൽക്കേണ്ടി വന്നാ വിൽക്കും, അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്തു, അത് നമ്മുടെ സന്തോഷമാണ്. അല്ല തീർച്ചയായിട്ടും ലോൺ എടുത്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയണില്ല. വിൽക്കേണ്ടി വന്നാ വിൽക്കും, ഒരു കുറ്റബോധമില്ല. പക്ഷെ നമ്മൾ ചെയ്തു, നമ്മുടെ സന്തോഷം നമ്മൾ ചെയ്തില്ല എന്നുള്ള ഒരു കുറ്റബോധം നമുക്കില്ലല്ലോ. അല്ല അത് ശരിയാണ്. നമ്മള് ആരാണെന്നുണ്ടെങ്കിലും വീട് വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല നമ്മൾ പണിയാ. ലോൺ എടുക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ലോൺ എടുത്തു. പൈസ ഇല്ലാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ലോൺ എടുത്തു നമ്മൾ വീട് പണിയണം. ഒബ്വിയസ്ലി ലോൺ ഉണ്ട്, ഇല്ല എന്നൊന്നും കാണില്ല. തീർച്ചയായിട്ടും ലോൺ എടുത്തിട്ട് തന്നെയാണ് നമ്മൾ വീട് പണിയുന്നത്. അതിന് ഒരു നാണക്കേടും ഇല്ല, ഒരു മടിയില്ല പറയാനായിട്ട്. അല്ലേ? ലോൺ ഉണ്ട്, അത് പറഞ്ഞതാണ്. വിൽക്കേണ്ടി വന്നല്ല, അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. വീട് വിൽക്കേണ്ടി വരും, അപ്പൊ വീട് വിൽക്കും.
അല്ലേ? അതെ. അപ്പൊ നമ്മളുടെ ഇവിടെ തന്നെ വിസിറ്റ് കഴിഞ്ഞു. എനിക്ക് അതിന് കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണത്. നാളായി. എത്ര നാളായി വെച്ചൊക്കെ അറിയില്ല. ഞാൻ ഇവരോട് പറഞ്ഞു വെച്ചു എനിക്കിനി ഇങ്ങോട്ട് വരാൻ ടൈം കിട്ടില്ല, അപ്പൊ നിങ്ങളെല്ലാം ചെയ്യണം, എന്നിട്ട് എനിക്ക് അപ്ഡേറ്റ് തരണം. എല്ലാവരും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോസുകൾ വരും. മഴ ഈ പണിയൊക്കെ ഹോൾഡായിരുന്നു, ഇപ്പൊ എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ഇതെടുക്കണം കേട്ടോ. ആ ലൈറ്റ് ഇല്ലേ കേടായെന്ന് പറഞ്ഞു, 2 ലൈറ്റ് പൊട്ടിപ്പോ ആ ലൈറ്റ് എടുക്കണം. പോകുമ്പോൾ അത് കൊണ്ടുപോകണം. നമ്മളിവിടെ നേരെ തൃശ്ശൂർക്ക് പോകണം. ഹസിബേബിനെ ഞാൻ കണ്ടിട്ട് 2 ദിവസമായി. പൊന്നിസ് ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിക്ക് വരാൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.